ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ആ, നമുക്ക് തുഴക്കാരെയെല്ലാം വിളിച്ച് വലിയൊരു സദ്യ തന്നെ ഒരുക്കി കൊടുക്കണം. അതിന് കല്യാണം വരികയല്ലേ മാവ, നമുക്ക് ലാഭിഷായിട്ട് സദ്യ കൊടുക്കാലോ. നിർത്ത്, കല്യാണം പോലെയാണോ ഇത്? കരയോഗത്തിൽ അവർക്ക് പ്രത്യേകം സ്വീകരണവും സദ്യയൊക്കെ ഉണ്ട്. പക്ഷേ ചുണ്ടൻ ഈ തറവാട്ടിന്റെ പേരിലായതുകൊണ്ട് അവരെ ഇവിടെ വിളിച്ച് ആദരിക്കണം. ഗോവിന്ദ, അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. ചെയ്യാം. ഇപ്പൊ തന്നെ ചെയ്തേക്കാം. എല്ലാരോടും കൂടി പറയാ, ജലോത്സവം കഴിഞ്ഞു. ഇനി അടുത്ത ഉത്സവം അരവിന്ദന്റെയും ചാരുമോളുടെയും കല്യാണമാണ്. അതിനി അധികം ദിവസങ്ങളില്ല. ബാബുക്കുട്ട, നഷ്ടം ഞാൻ സഹിക്കും, പക്ഷെ നാണക്കേട് അത് ഞാൻ സഹിക്കില്ല. മനസ്സിലായോ? നിന്റെ വാക്കിന്റെ മേലാ ആ ചുണ്ടൻ ഞാൻ സ്പോൺസർ ചെയ്യാൻ തീരുമാനിച്ചത്. രുദ്ര, ഞാനെല്ലാം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിരുന്ന. തുഴക്കാരനെ കാണാതായപ്പോ ആയിരപ്പുറക്കാരുടെ ടെൻഷൻ നമ്മൾ കണ്ടതല്ലേ? ആ പടകാരപ്പൊപ്പം വന്ന് തുഴയെറിയുന്നത് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? എന്റെ പ്രശ്നം അതൊന്നുമല്ല. ആയിരപ്പറയിലെ ആ ചെറുക്കനും ആ അഹങ്കാരി പെണ്ണും എല്ലാവരുടെയും മുന്നിൽ വെച്ചെന്നെ നാണം കെടുത്തി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നേ. എനിക്ക് നേരെ അവൻ കൈയൂങ്ങി. അതാ എന്റെ ഉറക്കം കളയുന്നത്. അവളെ അവനെയും തീർത്തിട്ടേ ഞാൻ ഈ കുട്ടനാടിന്ന് പോവുള്ളൂ. രുദ്ര, അവനെ ആ ആകാശിനെ നീ എന്തു വേണ ചെയ്തു? നീ ചാരുവിനെ വിട്ടേക്കെ. ഇല്ലടാ, അവളെ അങ്ങനെ വിടാൻ പറ്റില്ല. എല്ലാത്തിനും തുടക്കം ഇട്ടത് അവളാ. എടാ ചാരു, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ. ഞാനതല്ലേ നീയായിട്ട് പ്രശ്നം ഉണ്ടായപ്പോ ഇടപെടാഞ്ഞത്? നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണോ? എന്നിട്ട് അവള് നിന്നെ ഒന്ന് നോക്കിയോ സംസാരിക്കയോ ഒന്നും ചെയ്തില്ലല്ലോ. എടാ, അത് ചില കാരണങ്ങളാൽ അവക്കെന്നെ ഇഷ്ടമല്ല. എടാ, ഇഷ്ടമല്ലാത്ത പെണ്ണെ നീ എങ്ങനെയാ കല്യാണം കഴിക്കുന്നേ? നീ അവളുടെ ശരീരം മാത്രമാണോ ആഗ്രഹിക്കുന്നേ? അല്ലടാ, അവിടെ മനസ്സും എനിക്ക് വേണം. നടക്കാത്ത കാര്യം എന്റെ ബാബുക്കുട്ട. എനിക്കൊരു അനുഭവം ഉണ്ട്. നിന്റെ ചാരുവിനെ പോലെ എനിക്കും ഒരുത്തി ഉണ്ടായിരുന്നു. അതാ പറഞ്ഞേ നടക്കാത്ത കാര്യാന്ന്. നടക്കു രുദ്ര, നടത്തും ഞാൻ. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നീ അവനില്ലേ ആ ആകാശിന് പണി കൊടുക്ക. ഒരിക്കൽ ഞാൻ അവനൊന്ന് പണിയാൻ നോക്കിയതാ, പക്ഷെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. പാളും, എനിക്കറിയാം. ഇന്നലെ അതാണല്ലോ സംഭവിച്ചത്. ഇതിൽ നീ ഇടപെടണ്ട, ഞാൻ നേരിട്ടായിക്കോളാം. അപ്പോ നമ്മുടെ രണ്ടുപേരും ശത്രുക്കൾ ഒന്നാ അല്ലേ? ദേ, നിന്റെ കൂടെ എന്തിനും ഈ ഞാനുണ്ട്. ശരി. ചേച്ചി, എന്നാലും അയാൾ അടിക്കണ്ടായിരുന്നു. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? എന്ത് പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. ദേ, നീ ധൈര്യമായിട്ടിരിക്കെ. ചതിയന്മാരുടെ മുന്നിലല്ലേ നമ്മൾ ഇത്രയും കാലം ജീവിച്ചത്. ഞങ്ങളൊക്കെ ചതിയന്മാരാണെന്നല്ലേ നീ ഉദ്ദേശിച്ചത്? അതെ, അത് തന്നെയാ ഉദ്ദേശിച്ചത്. എന്താ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ, നേര് നെറിയുള്ളവർക്കേ വള്ളം ഉറക്കാൻ പറ്റുള്ളൂ എന്ന്.
ഞങ്ങൾ എന്തോ ഇതെന്നാ നീ പറയുന്നേ? ആയിരപ്പറ ചുണ്ടൻ ചേച്ചിന്റെ അഹങ്കാരമാണോ നിനക്ക്? അതെ, അഹങ്കാരമാണ്. ആയിരപ്പറ ചുണ്ടൻ ജയിച്ചതിന്റെ അഹങ്കാരം തന്നെയാ. ഇത്രയും വലിയ ചതി നിങ്ങൾ കാണിച്ചിട്ടും ആയിരപ്പറ ചുണ്ടന്റെ അടുത്തെത്താൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. പിന്നെ പുതിയൊരു അവതാരത്തിനെയും കൂടെ ഇറക്കിയിട്ടുണ്ടല്ലോ. തുഴക്കാരെ കാണാതെ പോയത് എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. ഞാനും ഈ കരയിൽ ജനിച്ചു വളർന്നവനാ. പങ്കായ എന്റെ കൈക്ക് മടങ്ങൂടി. ശാന്തപ്പൻ ഇത് ഈ ചതി കാണിച്ചിട്ടില്ല. വള്ളോറക്കാൻ മുൻകൈ എടുത്ത ഞാന്, പക്ഷെ അതിന്റെ സ്പോൺസറെ രുദ്രനാ. അതെ, നിങ്ങൾക്ക് അതുപോലുള്ള ആളുകളായിട്ടല്ലേ ചേരാൻ പറ്റുള്ളൂ. വാശി വേണം. അത് ഇതുപോലുള്ള ചതിയന്മാരുടെ കൂടെ ചേർന്നല്ല കാണിക്കേണ്ടത്. എടീ, ഇങ്ങേർക്ക് വാശിയാണെന്നുണ്ടെങ്കിലും ഒരു ചുണ്ടൻ വെള്ളം ഇറക്കാൻ പറ്റിയല്ലോ. അതിൽ അഭിമാനിക്കടി. തോറ്റെന്നുണ്ടെങ്കിലും കരക്കാര് മൊത്തം അറിഞ്ഞല്ലോ രുദ്രമാണിക്യം ചുണ്ടനെ കുറിച്ച്. രുദ്രമാണിക്യം ചുണ്ടനും ഇയാളും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഒരു ബന്ധവും ഇല്ല. ആ ചുണ്ടൻ ആരുടേതാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. നിനക്കെന്നും ഞങ്ങളെ കുറ്റപ്പെടുത്താനല്ലേ അറിയത്തുള്ളൂ. നിനക്ക് നിന്റെ ബാലമാമ ഓണത്തിന് തന്ന കാശ് നീ നിന്റെ കെട്ടിയോനാകാൻ പോകുന്നവന്റെ കയ്യിലോട്ടൊക്കെ വെച്ചു കൊടുത്തില്ലേ? അത് നിനക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചുകൂടായിരുന്നോ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. ദേ, ഇവളുടെ പഠന ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കായിരുന്നല്ലോ. അത് നീ ചെയ്തില്ലല്ലോ. കെട്ടിക്കേറി ആയിരപ്പറ ചെന്ന് കെട്ടിലമ്മയായിട്ട് അങ്ങ് വാഴണം. അതാ നിന്റെ ഉദ്ദേശം. ദേ, നീ ഈ കല്യാണോട് കാണിക്കുന്ന സ്നേഹം പോലും വെറുതെയാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അടങ്ങിയിരിക്കടി. ചേച്ചി, അമ്മയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാലോ. ചേച്ചി എന്തിനാ അതോർത്ത് വിഷമിക്കുന്നേ? ചിറ്റ പറഞ്ഞതിലൊന്നും അല്ല മോളെ. ഞാൻ നിന്നെ കുറിച്ച് ഓർത്തപ്പോ ചേച്ചിക്ക് എന്താ? ചേച്ചിയല്ലേ എന്നെ ഇത്ര നാൾ നോക്കിയെന്ന് പഠിപ്പിച്ചതൊക്കെ. ഞാൻ ചേച്ചിന്ന് വിളിക്കുമ്പോ എന്റെ മനസ്സിൽ എനിക്ക് എന്റെ അമ്മയെ പോലെയാ ചേച്ചി. ചേച്ചി, കല്യാണം കഴിഞ്ഞ് ചേച്ചി അരവിന്ദേട്ടനോട് ആയിരപ്പറയ്ക്ക് പോകുന്നത്